ഹലോ ഗായ്സ്, അപ്പോൾ ദേ നമ്മൾ വീണ്ടും വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് എൻ്റെ ചാനലിട്ട വ്ളോഗ് എനിക്ക് തോന്നണ് ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് പോണതാണെന്ന് തോന്നണത്. അവിടെ ചെന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ചാനലിൽ ഞാൻ നോക്കിയപ്പോൾ കൂടുതലും വീട്ടിൽ വന്നിട്ടുള്ള വ്ളോഗൊക്കെയാണ് കൂടുതലും ഞാൻ ഇട്ടേക്കണത്. നമ്മുടെ കോളേജ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കാര്യങ്ങളോ അങ്ങനെയൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ ഓർക്കണില്ല, കുറവാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അതൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലൊരു കണ്ടൻറ്റും ഉണ്ടായിരുന്നു, കോണ്ടൻറ്റ് എന്നല്ലേ പറയാം, അതും ഉണ്ടായിരുന്നു. കോളേജിൽ മാഗസിൻ്റെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് നമുക്കൊരു വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് എന്തോ ആ ഒരു ദിവസം എത്തിയപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. ഒരു ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാനായിട്ടുള്ളൊരു ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് തോന്നുകയെന്ന് പറയില്ലേ, ആ ഒരു തോന്നൽ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാനതെടുത്തില്ല. രണ്ടാമത് ഓണ സെലിബ്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അത് അവിടെ ചക്കരെ ഇപ്പം ഞങ്ങളെ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ ഈ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അനിയത്തിയുടെയും അനിയൻ്റെയും ശല്യം ഉണ്ട് നല്ല രീതിയിൽ. അങ്ങനെ അത് ഒന്നും നടന്നില്ല. ഇനി നമുക്ക് ഈ വെക്കേഷൻ കഴിഞ്ഞ് ഓണം വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ ചെല്ലുമല്ലോ. അപ്പം ഞാൻ പരമാവധി ആ വ്ളോഗൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും കോളേജ് ലൈഫിൽ. അല്ലെങ്കിൽ കോളേജ് ഇപ്പം തന്നെ തീരും, മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും കോളേജ് തീരും. അപ്പം എനിക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ. കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് തന്നെ ഇതൊക്കെ കാണാം, എനിക്കും ഒരു ഓർമ്മയൊക്കെ ആയിരിക്കുമല്ലോ. അതും കൂടിയും എന്താ പറയുക, അതിനും കൂടിയാണ് ഞാനിത് യൂട്യൂബിൽ പോസ്റ്റൊക്കെ ചെയ്യുന്നത്. എനിക്കും കൂടി ഒരു ഡെവലപ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്കും കൂടി ഒരു ഓർമ്മയായിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ എടുക്കണം. ഇപ്പോഴത്തെ നമ്മൾ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അനിയനെ ഡ്രസ്സ് എടുക്കാനായിട്ട്. അന്ന് ഞാൻ വന്നപ്പോൾ എനിക്കും ചക്കരക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അനിയനും കൂടിയും ഡ്രസ്സ് എടുക്കണം. അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് എൻ്റെ മുന്നേ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ഇൻട്രോ പറയാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് തിങ്സ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സസ്നേഹം സ്വാഗതം. എൻ്റെ സംസാരം കുറക്കണം എന്നൊക്കെ കുറച്ച് പേര് ഉപദേശിക്കുന്നുണ്ട്. കുഞ്ഞൻ കാര്യമായിട്ട് ഉപദേശിക്കുന്നുണ്ട്. എന്താണ് എൻ്റെ സംസാരത്തിന് കുഴപ്പം? സംസാരത്തിനില്ലാത്ത കുഴപ്പമൊന്നും. ഞാൻ പരമാവധി സംസാരം കുറക്കാൻ നോക്കാട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പണ്ടത്തെ വ്ളോഗ്, അതായത് ഫസ്റ്റൊക്കെ ഇട്ട വ്ളോഗ് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അതിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അതിൽ കുറച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. ഇത് ഞാൻ 1 മുതൽ 4 വരെയും പഠിച്ച സ്കൂളാണ് കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നോസ്റ്റ് ഫീൽ ചെയ്യാന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഫീൽ ചെയ്തു. ആ പിള്ളേരൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു നാൾ ഞാനും അങ്ങനെ നിന്നതായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തുപോയി. SP സഭ LP സ്കൂൾ, അതായിരുന്നു ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര്. അങ്ങനെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ വന്നു കേട്ടോ. അച്ഛന് മരുന്നൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലോട്ടൊക്കെ കിടക്കാനായിട്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കടയിൽ ചെരുപ്പിനൊക്കെ ഭയങ്കര വിലക്കുറവാണെന്നൊക്കെ അനിയനിരുന്ന് പറയുന്നുണ്ട് കേട്ടോ. പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെരുപ്പ് വാങ്ങിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അനിയനുള്ള ഡ്രസ്സ് എടുക്കലാണ് കേട്ടോ. അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. എനിക്കും അനിയത്തിക്കും ഒക്കെ ഉള്ള ഡ്രസ്സ് നേരത്തെ തന്നെ സെറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങളങ്ങനെയാണ് നേരത്തെ തന്നെ ഓണത്തിലുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യും. ഞാൻ പ്രത്യേകിച്ചും ഈ ഒരു കോളേജിലൊക്കെ ചേർന്നതിന് പിന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ എനിക്ക് ഡ്രസ്സ് എങ്ങനത്തെ ഇടണം എന്നൊക്കെ ഞാൻ കുറേ സെർച്ചൊക്കെ ചെയ്ത് എനിക്ക് പറ്റിയ ഡ്രസ്സൊക്കെ ഞാൻ കണ്ടുപിടിക്കാറുണ്ട് കേട്ടോ. എനിക്കതൊക്കെ കുറച്ച് ഇഷ്ടമാണിപ്പോൾ. പക്ഷെ അനിയൻ എപ്പോഴും ഈ അവസാന സമയമാവാൻ നിൽക്കും കേട്ടോ. ഏറ്റവും അവസാനം അവന് വേണ്ടി നമ്മൾ കയറി ഇറങ്ങിയത് 3 കടകളാണ്. ഒന്നാമത്തെ തവണ സ്റ്റുഡിയോയിൽ പോയി. അവിടെ കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവന് പറ്റിയതുണ്ടായിരുന്നില്ല, അവന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു. രണ്ടാമത് നമ്മൾ ടാലിസ്മാനിൽ കയറി. നമ്മളുടെ അവിടെ തന്നെയുള്ള ഒരു അടിപൊളി ഷോപ്പാണ്. അവിടെ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കുഞ്ഞിനെ അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനം നമ്മൾ എത്തി നിന്നത് ട്രെൻഡ്സിലാണ് കേട്ടോ. അവിടെ നിന്നാണ് അവന് പറ്റിയ ഒരു ജോഡി ഡ്രസ്സ് കിട്ടിയത്. ഒരു ഷർട്ടും പാൻറ്റും നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മനസ്സമാധാനമായിരുന്നു കേട്ടോ അവന് ഈ പറ്റിയത് കിട്ടിയപ്പോൾ. കാരണം ഷോപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി ഭയങ്കര സമയമെടുക്കുന്ന സംഭവമാണ്. എനിക്കൊക്കെയാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് കണ്ടിട്ടുള്ളൂ. ബോയ്സിനും സമയം എടുക്കാം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്ന അവർക്കൊരു പാൻറ്റും ഷർട്ടും മതിയല്ലോ, പക്ഷേ അങ്ങനെയല്ല. ഇവൻ ഭയങ്കര ഇപ്പോൾ സെലക്റ്റീവാണ് കുഞ്ഞൻ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ തീർത്ത് നമ്മൾ വേഗം വീട്ടിൽ പോകാൻ പോകണം കേട്ടോ. നല്ല വിശക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ഒരു 12 മണി 12:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. വൈകുന്നേരം ഒരു 5 മണിയായി കയറി ചെന്നപ്പോൾ. ഞാൻ ചെന്ന ഉടനെ തന്നെ കൈയൊക്കെ കഴുകി മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചോറുണ്ട് കേട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു.
ഞാൻ ചോറുണ്ടുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് തനിയെ വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അവൻ കാണിക്കണ്ടെന്ന് പറഞ്ഞതാണ്, എന്നാലും ഒരു മനസ്സുഖം. ഹലോ ഗായ്സ്, യോ യോ ദേന ചാനൽ ചിന്നുവിൻ്റെ. അപ്പൊ നമ്മൾ ഇന്നിവിടെ കാണുന്നത് എവിടെ നമുക്കറിയാം. ഓ അമ്മ ഇവിടെ കിടന്ന് അപ്പൊ ചക്കാര ഫോൺ എടുത്തിട്ടും വരാൻ പറഞ്ഞിട്ടുണ്ട്. വിളക്ക് കത്തിക്കണം, പിന്നെ എന്താണ് വിളക്ക് കത്തിക്കണം. ആ അത്രേ ഉള്ളൂ. കൈകാലം മോറും കള്ളം ഗൈസ്. യോ 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 ഇതൊക്കെ എടുത്തിടല്ലേ ഏട്ടാ, ഞാൻ ഡിജിറ്റാകുമ്പോഴാണ്. എങ്ങനെയുണ്ട് അവൻ്റെ യോയോ? എൻ്റെ ദൈവമേ, എനിക്കുണ്ടല്ലോ വ്ളോഗ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തലവേദനയാണ് അവൻ്റെ സൗണ്ട് ഒന്ന് കുറച്ച് കിട്ടുക. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ അമ്മ ദേ ഇവിടെ ഉണ്ണിയപ്പം പൊരിക്കുന്നുണ്ട്, അച്ചപ്പം ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓണത്തിൻ്റെ ഒരു 2 ദിവസം മുന്നേ ഈ അച്ചപ്പവും അതുപോലെ തന്നെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കും കേട്ടോ. സാധാരണ കായൊക്കെ പൊരിക്കാറുള്ളതാണ്, കായ വറുത്തതില്ലേ അതൊക്കെ പൊരിക്കാറുള്ളതാണ്. പക്ഷെ എല്ലാം കൂടി അങ്ങ് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഉണ്ണിയപ്പം അച്ചപ്പം മാത്രമാണ് ഇത്തവണ ഉണ്ടാക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പാക്കറ്റ് വൈസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഉണ്ണിയപ്പത്തിനൊരു പെർഫെക്ഷൻ കിട്ടില്ലേ. ഉണ്ടാക്കുന്നവർക്കും പെർഫെക്ഷൻ കിട്ടും കേട്ടോ, വീട്ടിലുണ്ടാക്കുന്നവർക്കും കിട്ടുമായിരിക്കാം. പക്ഷെ അമ്മ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറില്ല ഉണ്ണിയപ്പത്തിന്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണ്. അച്ചപ്പത്തിന് കാഴ്ചയിലും പെർഫെക്ഷൻ ഉണ്ട്, ടേസ്റ്റിലും പെർഫെക്ഷൻ ഉണ്ട്, അടിപൊളിയാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉണ്ണിയപ്പമാണോ അച്ചപ്പമാണോ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് അച്ചപ്പമാണ് ഇഷ്ടപ്പെട്ടതെന്ന്. അങ്ങനെ ഇതൊക്കെ നമ്മളൊന്ന് ചൂടാറിയിട്ട് ചിപ്പിലാക്കി നമുക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ. ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് ഓണം വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. അമ്മ ഇവിടെ ഇരുന്ന് 12th മാൻ ആണെന്ന് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാൻ കേട്ടോ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എൻ്റെ മുറ്റത്ത് നിങ്ങൾക്ക് 2 പാട് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഇപ്പം എനിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ശരിക്കും അത് കാണാൻ പറ്റുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഒരു പനി വന്നതിന് ശേഷമാണ് 2 പാട് ഇവിടെ വന്നത്. ഒരു ഓൾമെൻറ്റ് പറ്റുന്നുണ്ട്, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നതേ ഉത്രാടദിനം കേട്ടോ. ഞാൻ ഇന്നലത്തെ ഒറ്റ വീഡിയോ ആയിട്ട് ഇടാന്ന് വെച്ച് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ലെങ്ത് കുറവ്, ഒരു 11 മിനിറ്റോ അത്രയൊക്കെ എന്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെയും വീഡിയോ ഒരുമിച്ച് ഇടാമെന്ന് വിചാരിക്കണോ. അപ്പോൾ ഇന്നും പുറത്തു പോവാണ്. ഇന്നലെ അനിയന് ഡ്രസ്സ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഓണത്തിനായിട്ടുള്ള പൂക്കൾ വാങ്ങിക്കണം. പിന്നെ അനിയന് ഒരു ചെരുപ്പ് എടുക്കണം, പറ്റുമെങ്കിൽ എനിക്ക് കൊടുക്കണം, ചക്കരക്ക് കൊടുക്കണം. ചാണകം നമ്മൾ പൈസ വരൂലേ. അപ്പോൾ എന്തെന്നാണ് ഞാൻ പറയാം, മറ്റേ മിണ്ടല്ലേ ഒരു കാര്യം പറഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മൾ ചാണകം മെഴുകിയിട്ടൊക്കെ പൂക്കൾ ഇടുമല്ലോ, അങ്ങനെ ഇടുന്നവരുണ്ട്, ഇടാത്തവരുണ്ട്. നമ്മൾ ഇന്ന് ചാണകം മെഴുകിയിട്ട് പൂക്കൾ ഇടാന്നാണ് വിചാരിക്കണത് നാളെ. ഇവിടെ പണ്ടൊക്കെ, അതായത് കുറേ എന്താ പറയാ, നമ്മൾ എത്ര വർഷത്തെ മുതൽ അത്തത്തിനൊക്കെ പൂക്കൾ ഇട്ടായി. അത്തം ചിത്തിര ഞാൻ ഓർക്കുന്നുണ്ട് എപ്പോഴൊക്കെയോ പണ്ടൊക്കെ അത്തം ചിത്തിര ചോദ്യം അങ്ങനെ 10 ദിവസം അടുപ്പിച്ച് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് പണ്ടൊക്കെ എപ്പോഴോ. അതിനുശേഷം കുറേ നാളുകളായിട്ട് ഇടാറൊന്നുമില്ല, തിരുവോണത്തിന് മാത്രമേ പൂക്കൾ ഇടുള്ളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഞാൻ പെട്ടെന്ന് നിന്ന് റെഡി ആവട്ടെ. ഇപ്പോൾ വെയിലൊക്കെ കുറഞ്ഞ് നിൽക്കുന്നുണ്ട്, അപ്പം നമുക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. കുഞ്ഞ പോയി കുളിക്ക് വേഗം, കുഞ്ഞിന് ഞാനും കൂടിയാ പോകാൻ പോണേ. അങ്ങനെ ദേ ഇന്നത്തെ അലച്ചിലിവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ഞാൻ എന്തൊക്കെ പരിപാടികളാണെന്ന് ചെയ്യേണ്ടത്, അമ്മ എന്തൊക്കെയാണ് പറഞ്ഞേക്കണതെന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ സോർട്ട് ചെയ്തിടായിരുന്നു. പക്ഷെ എത്രയൊക്കെ സോർട്ട് ചെയ്താലും എന്തെങ്കിലുമൊക്കെ ഞാൻ മറക്കും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൈക്കിൾ നന്നാക്കാനാണ് കേട്ടോ. കുഞ്ഞിൻ്റെ സൈക്കിളാണിത്. അതിൽ അതിൻ്റെ ബ്രേക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നാക്കാൻ കൊടുത്തിട്ട് അതുവഴി നമുക്കൊന്ന് ATM കയറണം. അത് കഴിഞ്ഞിട്ട് സേജ് ചേച്ചിയുടെ വീട്ടിൽ പോകണം. സേജ് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ആണ് നെക്സ്റ്റ് പരിപാടികളൊക്കെ തീരുമാനിക്കുന്നത്. ഓ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വെയിലുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ ഒടുക്കത്തെ വെയിലുണ്ട്. പക്ഷേ കുട കാണാൻ വെച്ചേക്കണതല്ല, പക്ഷേ കുട പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതെല്ലാം കൂടി പിടിക്കാൻ പറ്റില്ല. ഇത് സേതു ചേച്ചിയുടെ വീട്ടിൽ കൊടുത്തിട്ട് നമുക്ക് കുട എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, സൈക്കിളും കൊടുക്കാം. നമ്മളുടെ തോട്ടുങ്ങ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ റോഡ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലം. അവിടെ എന്തെന്നാണ് പുതിയൊരു കടയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ പൂക്കട ഉണ്ടെന്നാണ് പറയണത്. പക്ഷേ
ഇവിടങ്ങളിൽ എല്ലാവരും ഇത് വന്ന് വാങ്ങിക്കുമല്ലോ, അപ്പോൾ തീർന്നു പോയോ ഇല്ലെന്ന് അറിയില്ല. അവിടെ നമുക്ക് ഉദ്ദേശിച്ച പൂക്കൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ചെറായിക്ക് പോകും, അവിടെ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ മുല്ലപ്പൂവും വാങ്ങിക്കാം. പക്ഷെ എനിക്ക് പ്രാവശ്യം മുല്ലപ്പൂ വെക്കണം എന്നുള്ള ആഗ്രഹമില്ല. പിന്നെ ഓണമല്ലേ, അതുകൊണ്ട് ചെറുതായിട്ട് മുല്ലപ്പൂ വെക്കും. എനിക്കിപ്പോൾ മുല്ലപ്പൂ വെക്കുമ്പോൾ തലവേദന എടുക്കുന്നുണ്ട്. അങ്ങനെ ദേ സേതു ചേച്ചിയുടെ വീടെത്താറായിട്ടോ. സേതു ചേച്ചിയുടെയൊക്കെ പാർക്കലായിരുന്നു ഈ മാസം 8-ാം തീയതി. ഞാനവിടെ ഹോസ്റ്റലിലായിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ല. നിങ്ങൾ പാർക്കലിനാണോ അതിനെ പറയുന്നത്? അതായത് പുതിയ വീടൊക്കെ വെച്ച് പാല് കാച്ചുന്നതിനാ. ആർദ്ര പറയുന്നത് കയറിക്കൂടൽ എന്നാണ്, വയനാട്ടുകാരിയാണ് അവൾ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോരോ ഭാഷകളായിരിക്കുമല്ലോ. വീടൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ. പാർക്കലിന് വരാൻ പറ്റിയില്ലായിരുന്നു, ഞാൻ ഹോസ്റ്റലിലായിരുന്നല്ലോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി പറയായിരുന്നു, ഞാനിവിടെ പണിയിലാണ്, നീ എന്നെ ഈ കൊലത്തിലെടുക്കല്ലേ എന്നുള്ളത്. കുഴപ്പമില്ല, ഞാൻ ഓണത്തിൻ്റെ അന്ന് ഞങ്ങളൊരു ചെറിയൊരു റീലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നടത്തണം എന്നാണ് ആഗ്രഹം. അന്ന് ഞാൻ മര്യാദക്ക് കാണിക്കാം. എന്തായാലും ചെറുതായിട്ട് ഞാനിപ്പോൾ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓണത്തിൻ്റെ തലേ ദിവസമാണേ, അപ്പോൾ പണികൾ കാണുമല്ലോ, സ്വാഭാവികം. എനിക്കുണ്ടല്ലോ ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടുക്കളയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അടുക്കള കാണാനായിട്ട്. ആ ഒരു കളർ തീമാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചോറ് തരാണ്. ഇവിടെ നിന്ന് നമ്മൾ ചോറ് കഴിച്ചിട്ട് നേരെ പറൂർക്ക് പോവാണ്. ചോറും മുട്ട വറുത്തതും മുരിങ്ങാക്കറിയും കോവക്ക മെഴുക്ക് വരട്ടിയും ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. പ്രോട്ടീനാണ്, ഫുൾ പ്രോട്ടീനായിരുന്നു ഒന്ന്. അങ്ങനെ നമ്മളവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ പറൂർക്ക് പോയി. പറൂർക്ക് പോകാനുണ്ടായത് മെയിനായിട്ടും കുഞ്ഞിൻ്റെ ഫുട്ബോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. ഞാൻ അവനോട് വെറുതെ ചോദിച്ചായിരുന്നു, നീ എന്താണ് അപ്പോൾ ആ ഫുട്ബോൾ കീറിപ്പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്താണ് നീ പുതിയത് വാങ്ങിക്കാതെ ഇത് സ്റ്റിച്ച് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, ഇതെനിക്ക് അച്ഛൻ ആദ്യമായിട്ട് അവൻ എന്തോ ഒരു പരീക്ഷയിൽ ജയിച്ചപ്പോൾ മാർക്കെന്തോ വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചു കൊടുത്താണ്, അതുകൊണ്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കോളൂ എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് പൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ അന്ന് ഇടാനായിട്ട്. അങ്ങനെ നമ്മൾ പൂവൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് പരിപാടിയുണ്ട്, 2-3 സാധനങ്ങളും കൂടി വാങ്ങിക്കണം. ബോൾ സ്റ്റിച്ച് ചെയ്ത് കുഞ്ഞിൻ്റെ ഫുട്ബോൾ കളിക്കുന്ന ഫുട്ബോൾ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ പറവൂർ വരെ വരേണ്ടി വന്നു. എന്നിട്ട് അങ്ങനെ ആ ബോളൊക്കെ സ്റ്റിച്ച് ചെയ്തു, പൂവൊക്കെ വാങ്ങിച്ചു. ഈ ഒരു മീൻ സാധനം വാങ്ങിച്ചില്ല, മുല്ലപ്പൂ. നമ്മൾ മുല്ലപ്പൂ വാങ്ങിച്ചില്ല, അതിന് പകരം വേറൊരു പൂവാണ് വാങ്ങിച്ചത്. അത് ഞാൻ പോകെ കാണിക്കാം. അത് കഴിഞ്ഞ് കുഞ്ഞിന് ഒരു ചെരുപ്പ് എടുത്തു കേട്ടോ. നമ്മൾ കഴിഞ്ഞ തലേ ദിവസം ഒരു ചെരുപ്പടയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ വിലക്കുറവിന് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള ചെരുപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചെരുപ്പൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിൽ പോകാൻ കേട്ടോ. കുഞ്ഞിൻ്റെ സൈക്കിൾ ശരിയാക്കി റോഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ സൈക്കിളിനും ഞാൻ ഓട്ടോക്കാണ് വീട്ടിലോട്ട് പോണത്. അപ്പോൾ പോണ വഴിക്ക് കടയിൽ ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീടെത്താറായി. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയതാണ്? 1 മണിക്ക് മുന്നേ ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. ഇപ്പം സമയം ഒരു 4 മണി ആയിട്ടുണ്ടാവും. സൂപ്പർ. അത്രയും സമയം നമ്മൾ പുറത്തിറങ്ങുന്നത്. എൻ്റെ മുന്നേ കുറച്ച് സമയം നമ്മൾ ചേച്ചി വീട്ടിലിരുന്നു. അയ്യോ, അങ്ങനെ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പാക്കറ്റും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ കുഞ്ഞിൻ്റെ കയ്യിൽ ഇപ്പോൾ കൊടുത്ത്. അങ്ങനെ നമ്മളുടെ അയ്യോ ചാണകം കൊടുത്തില്ല. നീ പോയി എടുക്കണം ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ചാണാൻ എടുക്കണം. നമുക്ക് മുഴുകാനുള്ള ഇല്ല, പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ ഞാൻ മറക്കും. വരുന്ന വഴിക്ക് കുറച്ച് ചാണകം എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, അത് മറന്നു. പിന്നെ അമ്മ ക്ലോറിൻ വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു, അത് മറന്നു. പിന്നെ യൂപ്പിൻ, ഈർക്കിൽ സ്ലൈഡ്, അതൊക്കെ നമ്മൾ മറന്നു. എന്താണ്ടൊക്കെ പറയണ്ടടാ. പൂവാണിത്, ഇത് പൂ. എന്തുവാ ഇവനെ കൂട്ടാണ്ട് പോയതുകൊണ്ടായിരിക്കും ഇവന്. ടാറ്റാ. നമുക്ക് ഇനി കുഞ്ഞൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവാട്ടോ. അവിടെ പശുവുണ്ട്, അവിടെ നമുക്ക് കുറച്ച് ചാണകം കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ മുറ്റത്ത് ഈ ഷീറ്റില്ലേ, ഈ ഷീറ്റ് മാറ്റും. ഇത്തിരി ഇട്ടാൽ മതി, വേണമെങ്കിൽ ഒരു കിറ്റും കൂടി എടുത്തോ. എന്നിട്ട് ഈ ഒരു ഷീറ്റ് മാറ്റിയിട്ട് ഇവിടെ ഒരു മണ്ണിട്ടിട്ട് ഒന്ന് ചതുരം പോലെയാ ഒക്കെ പൊക്കണം എന്നുണ്ട്. ഇഷ്ടിക ഉണ്ടായിരുന്നെങ്കിൽ സുഖമായാനെ, പക്ഷെ ഇഷ്ടികയില്ല. അപ്പുറത്ത് കുറേ ഇഷ്ടികയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി തോന്നുന്നു. അപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വന്നിട്ട്. അപ്പോൾ അതാണ് ഇനിയുള്ള പരിപാടി. അപ്പം നമുക്ക് പെട്ടെന്ന് ചാണകം കൊടുത്തിട്ട് വരാം. ഇവിടെ അടുത്താണ് വീടെന്നാണ് കുഞ്ഞൻ പറയുന്നത്.
അങ്ങനെ നമ്മൾ ദേ ആ വീടെത്തിയിട്ടോ. ഇവിടെ ഒരു പശു ഉള്ളൂ എന്ന് തോന്നുന്നു, ഒരു പശുവിനെ കണ്ടുള്ളൂ. ഇത് കുഞ്ഞിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി നമുക്ക് ചാണകമൊക്കെ എടുത്ത് തന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചാണകം ഇങ്ങനെ ഇട്ട് എന്താ മീൻസ് മെഴുകുക എന്ന് പറയും നമ്മളിവിടെയൊക്കെ, അവിടെ എങ്ങനെയാണ് പറയണതെന്ന് അറിയില്ല. ചാണകം മെഴുകി അതിൽ പൂക്കളിടില്ലേ, അങ്ങനെ ഇടാമെന്ന് ഒരു തോന്നലുണ്ടായത്. ചക്കരയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ചെയ്താലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ചെയ്യാം. ഒരു ട്രഡീഷണൽ ആണെന്ന് തോന്നണോ അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അറിയില്ല. നമുക്ക് വെറുതെ അങ്ങനെ ചെയ്യാം, ആരും മെഴുകുന്നാണ് ഡൗട്ട്. ഇതെനിക്ക് ഈ വഴി കണ്ടപ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് RDX സിനിമ ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ ഒരു ടച്ച്, അവർ ആ ഒരു കോളനിക്ക് ഉള്ളിലകപ്പെട്ട് പോണില്ലേ, ആ ഒരു ഫീൽ എനിക്ക് വന്നു കേട്ടോ. അങ്ങനത്തെ ഒരു വഴി. അങ്ങനെ നമ്മൾ ദേ വീട്ടിലെത്തി, വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് അടുക്കളയിലോട്ട് ചെന്നു. അമ്മ അവിടെ നാളത്തേക്കുള്ള എന്തൊക്കെയോ പരിപാടികളൊക്കെ ഒതുക്കുന്നുണ്ട്. ഇപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ കെട്ട് കണ്ടാലറിയാം. നമുക്ക് രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ടുള്ള സാമ്പാർ മാറ്റി വെച്ചിട്ട് ബാക്കി സാമ്പാർ ദേ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കെട്ടി വെക്കും നാളത്തേക്ക് എടുക്കാനായിട്ട് കേട്ടോ. അതെപ്പോഴും ഇവിടെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അയലക്കറി തീർന്നാമേ ഷോ ഈ 2 തല ഞാനെടുത്താനില്ലേ, ഇന്ന് രാത്രി തിന്നാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് ഈ മീൻ എന്ന് പറയുന്നത്. മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചാളേൻ്റെ അയലേൻ്റെയൊക്കെ തല എന്നൊക്കെ പറയുന്നത് ജീവനാണ്. അത് ആ 2 എണ്ണം എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ വേറെ ആരെങ്കിലും കഴിച്ചാലെന്ന് കരുതി ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ആർക്കും വേണ്ട. അതാണ് കേട്ടോ ഞാൻ കഴിച്ചാനില്ലേന്ന് ചോദിച്ചത്. കുഞ്ഞിനും ചക്കരയും ദേ ഇവിടെ ഫേസ് പാക്കൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാനും ഇടും കേട്ടോ. ദേ നമ്മളിവിടെ ഓണപ്പൂക്കളത്തിനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി മണ്ണുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ, ഒന്നും കൂടി പൊക്കം കിട്ടിയാനെ. പക്ഷേ മണ്ണിനിവിടെ ക്ഷാമമായിരുന്നു ഗൈസ്. കടപ്പുറത്ത് പോയിട്ട് മണ്ണെടുത്താൽ മതിയായിരുന്നു. ഇത് മോരേറി, ഇത് കുമ്പളങ്ങിട്ടാണോ മാങ്ങിട്ടാണോ? പൈനാപ്പിൾ, രണ്ടുമല്ല, പൈനാപ്പിൾ ഇട്ട് വെച്ച മോരുകറി നമ്മൾ നാളെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം നാളെയാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. പായസമൊക്കെ നാളെയാണ് ഉണ്ടാക്കണേ. ഇനി എനിക്കൊന്ന് കുളിക്കണം. ഞാനിപ്പോൾ മണ്ണിലൊക്കെ ഇതാക്കിയിട്ട് വന്നതാണ്. കഴിയൊക്കെ കഴുകിട്ടോ, പക്ഷെ കുളിക്കണം. അത് കഴിഞ്ഞിട്ട് നാളെ അമ്പലത്തിൽ പോകണം. അപ്പോൾ അതിനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കണം. ടീവിൻ്റെ ശബ്ദം കാരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പുറത്തോട്ട് പോയി സംസാരിക്കും. ഓക്കെ. അപ്പോൾ ഇനിയുള്ള പരിപാടികൾ ഒന്ന് കുളിക്കണം, പിന്നെന്താ അയൺ ചെയ്യണം ഡ്രസ്സ്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ നൈറ്റ് ഇരുന്ന് പൂ മൊത്തം നന്നാക്കും കേട്ടോ, നന്നാക്കി വെക്കും. അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൂവിടാം. കണ്ടു, ഇത് നമ്മൾ മണ്ണ് പൊക്കിയതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മണ്ണ് ഉണ്ടായിരുന്നില്ല. അപ്പുറത്തുനിന്നൊക്കെ കുറച്ച് മണ്ണ് എടുത്തിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തത്. കടപ്പുറത്തുനിന്ന് പോയി മണ്ണെടുത്താൽ കുറച്ചും കൂടി അടിപൊളിയാവുമായിരുന്നു. പക്ഷെ ഇവിടെ മണ്ണുണ്ടായിരുന്നില്ല. കണ്ടോ, കുഴപ്പമില്ല, നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. ഡോണ് ഇവിടെ എന്താ നടക്കണേന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. ഇതൊക്കെ ഇവനെ നാളെ കൊളാക്കാനുള്ളതാണ് അല്ലേ ഡോണേ? നിനക്കിതൊക്കെ നാളെ കൊളാക്കാനുള്ളതല്ലേ? അത് കഴിഞ്ഞ് ഞാൻ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് കഴിക്കാറിരുന്നു കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം, കാരണം എനിക്ക് വിശന്നിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് കഴിക്കാൻ നിൽക്കാനായിട്ടുള്ളൊരു ക്ഷമ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ കഴിച്ചു. അങ്ങനെ കുളിച്ചൊക്കെ വന്നിട്ട് നമ്മളിത് പൂ നന്നാക്കാനായിട്ട് ഇരിക്കാൻ പോവാണ്. അനിയൻ ആ ഒരു കെട്ടൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പൂ നന്നാക്കണതിൽ ഏറ്റവും പാടുള്ളത് ഏതാണെന്നറിയോ? എനിക്കും അനിയത്തിക്കും ഒക്കെ ഫീൽ ചെയ്യുന്നത് ഉണ്ടപ്പൂവാണ്. ഉണ്ടപ്പൂവിന് വാടാമല്ലി, നമ്മളുടെ ഇവിടെ കൂടുതലും അതിന് ഉണ്ടപ്പൂ എന്നാണ് പറയുന്നത് കേട്ടോ. ആ വയലറ്റ് കളറുള്ള പൂവില്ലേ, വാടാമല്ലി, അത് നന്നാക്കാനായിട്ടാണ് നല്ല പണിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം നന്നാക്കി വരുമ്പോൾ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ നന്നാക്കാനായിട്ട് കുറേ സമയം വേണ്ടതാനും, അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. ഇപ്രാവശ്യം പൂവിനൊക്കെ വില കൂടുതലല്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്കങ്ങനെ തോന്നി. എന്തായാലും കുറേ സമയമെടുത്ത് നമ്മൾ പൂവൊക്കെ നന്നാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ വൃത്തിയിൽ ചെറിയൊരു പൂക്കളാണെങ്കിലും ഇടണം എന്നുണ്ട്. അതിനുശേഷം നമ്മളിത് അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി ഡ്രസ്സൊക്കെ തേച്ചു. നാളെ ഓണത്തിനിടേണ്ട ഡ്രസ്സൊക്കെ തേച്ചിട്ട് നമ്മൾ കയറിക്കിടന്ന് ഉറങ്ങാൻ പോവാൻ കേട്ടോ. ഉറങ്ങാൻ കിടന്നപ്പോഴാണ് അവിടെ മൈലാഞ്ചി ഇരിക്കുന്നത് കണ്ടത്. അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം മൈലാഞ്ചി ഇട്ടാലോ എന്ന്. ഞങ്ങൾക്ക് ഡിസൈനൊന്നും ഇടാനായിട്ട് അറിയില്ലാത്തത് കൊണ്ട് അപ്പവും തുപ്പി, ഇതിന് ഞങ്ങൾ അപ്പവും തുപ്പി എന്നാണ് പറയുന്നത്, അതിട്ടു. എൻ്റെ ഒരു കയ്യിൽ ഡിസൈൻ ഉണ്ട്, അതെനിക്ക് ആർദ്ര ഹോസ്റ്റലിൽ നിന്ന് ഇട്ട് തന്നാണ്. ഒരു കയ്യിൽ അപ്പവും തുപ്പി എന്ന് പറയും, അതങ്ങിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഹായ് ഗായ്സ്, സമയം ഇപ്പോൾ 1:14 കഴിഞ്ഞു കേട്ടോ. അതായത് 1:30 ആയിക്കൊണ്ടിരിക്കണം. ഇനി എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടികൾ കൂടി തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ 5 മണിക്ക് നമുക്ക് എണീക്കണം. ഇനി നമുക്ക് കൂടിപ്പോയാൽ ഒരു 4 അല്ലെങ്കിൽ 3.5 മണിക്കൂർ ഉറങ്ങാൻ പറ്റും.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. അടിപൊളിയായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെന്താ, പിന്നൊന്നും പറയാനില്ല. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ പോയി കിടന്നുറങ്ങട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും കാണാം എൻ്റെ മറ്റൊരു വ്ലോഗായിട്ട്. ഇന്നാണല്ലോ തിരുവോണം. അപ്പോൾ ആ ഒരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ നിങ്ങളോട് ടച്ച ബൈ ബൈ പറയാണ്. ടാ.